ഹായ് ഫ്രണ്ട്സ്, E4 മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു റോക്ക്ഫോർഡിൻ്റെ 12 ഇഞ്ച് സബ്വൂഫറിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇതാണ് റോക്ക്ഫോർഡിൻ്റെ 12 ഇഞ്ച് സബ്വൂഫർ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. സോഫ്റ്റ് ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് റോക്ക്ഫോർഡിൻ്റെ സബ്വൂഫർ. ഞാൻ ഈ സബ്വൂഫർ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. എനിക്കിത് 3000 രൂപയ്ക്ക് ഒരു ഓഫർ ഉണ്ടായിരുന്നു, അപ്പോഴേ എടുത്തതാണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള സബ്വൂഫർ തന്നെയാണിത്. ഫ്രണ്ട്സ്, ഇതിൻ്റെ MRP വരുന്നത് 5490 രൂപയാണ്, ഇൻക്ലൂഡ് ഓൾ ടാക്സ് അടക്കം വരുന്നത്. ഇത് റോക്ക്ഫോർഡിൻ്റെ പ്രൈം എന്ന് പറഞ്ഞ ഒരു മോഡലാണിത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു അടിപൊളി പാക്കിങ്ങിൽ തന്നെയാണ് നമുക്ക് ഈ സബ്വൂഫർ ലഭിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് നമ്മുടെ വാറണ്ടി കാർഡും പിന്നെ യൂസർ മാനുവലാണ്. ഇത് 1 ഇയർ വാറണ്ടിയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ. ഇതിൻ്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും വളരെ കൃത്യമായി തന്നെ നമ്മുടെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ അളവ് ഒക്കെ ഇതിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിത് നോക്കിയിട്ട് ഒരു ബോക്സ് ചെയ്തെടുക്കാം. കമ്പനി ഈ സബ്വൂഫറിന് ഷീൽഡ് ബോക്സാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഷീൽഡ് ബോക്സ് വെച്ചാൽ നല്ല അടിപൊളി പെർഫോമൻസ് തന്നെയായിരിക്കും. ഇതിന് വെൻറ്റഡ് ബോക്സിൻ്റെ ആവശ്യമില്ല. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റോക്ക്ഫോർഡിൻ്റെ 12 ഇഞ്ച് സബ്വൂഫർ പ്രൈം എന്നൊരു മോഡലാണ്. അപ്പോൾ നമുക്ക് തെർമോക്കോൾ എടുത്ത് മാറ്റിയിട്ട് ബോക്സ് വെളിയിലെടുക്കാം. നമുക്ക് ബോക്സ് പെട്ടിയെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്വൂഫർ, നല്ലൊരു ക്വാളിറ്റികളാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺ ഫൈബർ റെയിൻഫോഴ്സ്ഡ് പെയിൻറ്റഡ് പൾപ്പ് കോണാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്പൈഡർ ഫാറ്റിക് റെസിസ്റ്റൻറ്റ് പോളി കോട്ടൺ സ്പൈഡറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്പീക്കർ വയർ കണക്ഷൻ വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പ്രസ്സിങ് ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കണക്ട് ചെയ്തെടുക്കാം. സോൾഡറിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 200 വാട്ട്സ് RMS ആണ് നമുക്ക് ലഭിക്കുന്നത്. 400 വാട്ട്സ് ആണ് ഇതിൻ്റെ പീക്ക് പവർ വരുന്നത്. ഇതിൻ്റെ ഓംസ് വരുന്നത് 4 ഓംസ് ആണ് വരുന്നത്. സിംഗിൾ മാഗ്നറ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള മാഗ്നറ്റ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വോയിസ് കോയിൽ പ്യുവർ കോപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പേപ്പറൊക്കെ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു സബ്വൂഫറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും പാട്ട് കേട്ടിരിക്കാം, നമുക്കൊരു മടുപ്പ് തോന്നില്ല. അത്രയും സോഫ്റ്റായ ബേസാണ് ഇതിൽ നിന്ന് വരുന്നത്. ഗേബിലെ സോണൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥത തോന്നും.
ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.